ടേം ഇൻഷുറൻസിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ അബദ്ധധാരണകളും ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ടേം ഇൻഷുറൻസ് സംബന്ധിക്കുന്ന 5 മിത്തുകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത് യങ്ങറായിട്ടുള്ളയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളവർക്കും ടേം ഇൻഷുറൻസ് ആവശ്യമില്ല എന്നാണ്. ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണയാണ്. യങ്ങറായിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളവർക്കുമാണ് ടേം ഇൻഷുറൻസ് ആദ്യം എടുക്കേണ്ടത്. കാരണം വളരെ ചീപ്പായിട്ട് ടേം ഇൻഷുറൻസ് ലഭിക്കും. പ്രായം കൂടുന്തോറും ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയവും കൂടിക്കൊണ്ടിരിക്കും. അതേസമയം വളരെ ചെറുപ്പത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം പ്രീമിയം വരെ ടേം ഇൻഷുറൻസിൻ്റെ എൻഡ് വരെ എടുത്താൽ മതി. അടുത്ത ഒരു മിസ്കൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേം ഇൻഷുറൻസിൻ്റെ ടേം മൊത്തം കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു ടേം ഇൻഷുറൻസിനെ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല, അത് ഒരു റിസ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കീമാണ്. ഒരു ടേം ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. അത് ആ പീരീഡ് വരെ മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയുമല്ല. ഇനി അടുത്തൊരു മിത്താണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഉള്ളവർക്ക് മാത്രമാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. ഡിപ്പെൻഡൻസ് ഉള്ളവർ മാത്രമല്ല എടുക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ലോൺ നിങ്ങളുടെ പേരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ടും എടുക്കണം. അത് ക്രെഡിറ്റ് കാർഡ് ലോൺ ആവാം, വെഹിക്കിൾ ലോൺ ആവാം, ഹൗസിംഗ് ലോൺ ആവാം. ഇങ്ങനെ ലോൺ ഉള്ളവർക്കും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് നിങ്ങളുടെ അൺടൈംലി ആയിട്ടുള്ള ഡിമൈസ് നിങ്ങളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിന് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ കൊടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു മിത്ത് എന്ന് പറയുന്നത് ഏണിംഗ് മെമ്പറിന് മാത്രം ടേം ഇൻഷുറൻസ് എടുത്താൽ മതി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ഫാമിലിയിൽ ഒരാൾ ഏണിംഗ് മെമ്പറും മറ്റേയാൾ ഏണിംഗ് മെമ്പർ അല്ലാതിരുന്നാൽ പോലും ആ ഫാമിലി ഈ 2 പേരെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും അൺടൈംലി ആയിട്ടുള്ള ഡിമൈസ് ആ ഫാമിലിയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏണിംഗ് മെമ്പർ മാത്രമല്ല, ഡിപ്പെൻഡൻസിലുള്ള എല്ലാവരും ടേം ഇൻഷുറൻസ് മസ്റ്റായിട്ടും എടുത്തിരിക്കണം. അടുത്തൊരു മിസ്കൺസെപ്ഷനാണ് എല്ലാ ടേം ഇൻഷുറൻസുകളും ഒരുപോലെയാണ്, അവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് പല രീതിയിലും ടേം ഇൻഷുറൻസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആനുവലി നമുക്ക് അടയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിമിറ്റഡ് പേ ആയിട്ടും നമുക്ക് അടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല റൈഡേഴ്സും ആഡ് ചെയ്യാൻ പറ്റും. ആക്സിഡൻറ്റ് ഡെത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിന് കവറേജ് കിട്ടും. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് വരുവാണെങ്കിൽ അതിനും കവറേജ് കിട്ടും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു പോളിസിയെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ടേം ഇൻഷുറൻസിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.